പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോയിലാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലായിരിക്കും, കാണുന്നുണ്ടോ 3 കുട്ടി ബാഗ്സ് എന്തോ സാധനങ്ങൾ നേരത്തെ ചെറുതായിട്ട് കാണുകയായിരിക്കും. അതായത് ഈ സംഭവങ്ങൾ എൻ്റെ ക്രിക്കറ്റ് ബാഗ്സാണ്. എനിക്ക് ഇത്രയും നാളായിട്ട് പറഞ്ഞാൽ 2024 മുതൽ കിട്ടിയ ക്രിക്കറ്റ് ബാഗ്സാണ്. നന്നാക്കി മേടിച്ച് തന്നതും ഉണ്ടാക്കി തന്നതും എൻ്റെ അച്ഛനെ ഉണ്ടാക്കി തന്നതും പോലത്തെ ക്രിക്കറ്റ് ബാഗ്സാണ്. എൻ്റെ അച്ഛൻ കുറേ പേരെ കൊണ്ടാക്കി തന്ന ക്രിക്കറ്റ് ബാഗ്സും മേടിച്ച് തന്നതും ഒക്കെ ആയിട്ടുള്ള ക്രിക്കറ്റ് ബാഗ്സിൻ്റെ വീഡിയോ ആണ് ഇത് കാണുന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം ക്രിക്കറ്റ് ബാഗ്സ്. കൂടെ ഒരു ബോളിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ തന്നെ ആദ്യത്തെ ബാറ്റ് തന്നെയാണ് എടുക്കുക. ഇതാണ് എൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് ബാറ്റ് എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് എനിക്ക് കളിക്കാൻ പറ്റുന്ന ബാറ്റില്ല. എന്നാൽ എനിക്ക് ആദ്യം മേടിച്ചിരുന്ന ബാറ്റ് എൻ്റെ പപ്പ ഓൺലൈനിൽ നിന്ന് മേടിച്ചു തന്നെയാണ്. ആമസോൺ അല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്നൊരു ബ്ലാക്ക് ബാറ്റാണ് ഇത്. വുഡനല്ല, ഒരു ഉണ്ടോ ഒരു സിലിക്കൺ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോഴത്തേനും അതുകൊണ്ട് അത് മേടിച്ചു തന്നെ എൻ്റെ ഹാൻഡിലൊക്കെ കീറിപ്പോയതായിരുന്നു. ഇപ്പോൾ എനിക്കിതുകൊണ്ട് കളിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ്, എനിക്ക് നല്ല വെയിറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എനിക്കിതുകൊണ്ട് കളിക്കാൻ മറക്കുന്നുണ്ട്. എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം 29 കിലോ. 29.2 കിലോ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 2.29 കിലോസ് അത്രയേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് എൻ്റെ വെയിറ്റ് താങ്ങത്തില്ല. അപ്പോഴത്തേനും അതുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഇത് വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് ബാറ്റാണ് എൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്. ഞാൻ അടുത്ത ക്രിക്കറ്റ് ബാറ്റ് ഇതാണ് നമ്മുടെ അടുത്ത ക്രിക്കറ്റ് ബാറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്നാണ് എൻ്റെ വേറൊരു ക്രിക്കറ്റ് ബാറ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേനും ഈ ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. മടലിൻ്റെ അതിനേക്കാൾ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പിടി ഞാൻ നൂല് കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് മെയ്ഡ് ക്രിക്കറ്റ് ബാറ്റാണ്. എനിക്ക് പെട്ടെന്ന് കളിക്കാനൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റ് ക്രിക്കറ്റ് ബാറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റ് ക്രിക്കറ്റ് ബാറ്റാണ് എൻ്റെ ഈ ഒരു മടലിൻ്റെ ഈ ഒരു ബാറ്റ്. വെയിറ്റ് അടിച്ചത് എൻ്റെ ചെറിയ വാങ്ങിയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഹെയർ. ഞാൻ അടുത്ത ക്രിക്കറ്റ് ബാറ്റ് ഇതാണ് എൻ്റെ വൺ ഓഫ് ദ ഇന്നുണ്ടാക്കി തന്നെ എൻ്റെ അപ്പച്ചൻ ഉണ്ടാക്കി തന്നെയാണ്. എൻ്റെ അനിയൻ്റെ ക്രിക്കറ്റ് ബാറ്റായിരുന്നു. പക്ഷേ അവൻ ഇതേ കുറച്ച് കുത്തിവെച്ചിട്ട് മാർക്കറ്റ് കൊണ്ട് ബോളെ അടിക്കുമ്പോഴത്തേനും അത് പറ്റില്ല. ചില ബോൾ അങ്ങനെ നനഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പറ്റും. അല്ലെങ്കിൽ ഈ ബാറ്റ് ആണ് ഇത് പോകും. ഈ ബാറ്റ് മൊത്തം കറയാവും. അതുകൊണ്ട് ഞാൻ അക്കറിലേക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണക്കിയിട്ട് അതിൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ടാൽക്കം പൗഡർ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല മീസാണ്. വശാലും കയ്യൊന്നും പറ്റത്തില്ല. നല്ല ശക്തിക്ക് വെച്ചാൽ മതി. ഈ ഒരു ബാറ്റ് പിന്നെ ഇതിനെ വിട്ടുപോയിരിക്കുന്നു. മറ്റേ മുട്ടിച്ച് അത്യാവശ്യം ചെറിയ മുട്ടാണ്. അതാണ് വ്യത്യാസം. പിന്നെ ഫ്രണ്ട് മിനുസാണ് ഇവിടെ ഇങ്ങനെ കറക്റ്റാണ്. പിന്നെ ഇതായാലും MRF എന്നുണ്ട്. മറ്റേ ബാറ്റായാലും അതിൻ്റെ അടിയിൽ MRF എന്നുണ്ട്. ഇതായാലും MRF എന്നുണ്ട്. DD കിടപ്പുണ്ട്. കാരണം എങ്ങാനും ഞാനിനി CCAക്ക് കൊണ്ടുപോകുന്നതിന് CCA ഞങ്ങളുടെ സ്കൂളിലുള്ള ലാസ്റ്റ് 2 പീരീഡ്. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 11 12 ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സ്കൂളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ 11 12 ഒന്നും ഇല്ല. പിന്നെ ഈ CCA എന്ന് പറയുന്നത് നമുക്ക് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ കളിക്കാനായിട്ട് അവിടെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് കളിക്കും. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നതിന് മറന്നു പോയി കഴിഞ്ഞാൽ അത് എത്രക്കായിട്ടാണ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പേര് അറിയാനായിട്ട് ഞാൻ എൻ്റെ ക്ലാസ് കൂടെ എഴുതി വെക്കണം. അല്ലെങ്കിൽ അറിയത്തില്ല ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ ആണിത്. അതിനാണ് ഞാനിത് DD എഴുതിയേക്കുന്നത്. പിന്നെ MRF ചുമ്മാ ചോദിക്കാമെന്ന് എഴുതിയേക്കുന്നത്. ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ ഇടുന്നു. ഇനിയാണ് എൻ്റെ മെയിൻ ഐറ്റം ക്രിക്കറ്റ് ബോൾ. ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്നത് 90 റുപ്പീസാണ് ഈ ഒരു ക്രിക്കറ്റ് ബോൾ. ഗായ്സ് ഇപ്പം ഈ ക്രിക്കറ്റ് ബോളിനൊക്കെ 100 രൂപയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ മേടിച്ചത് 90 രൂപയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ 90 റുപ്പീസ് ഉണ്ടായിരുന്നു. ഈ ഒരു ക്രിക്കറ്റ് ബോൾ ടെന്നീസ് ബോളാണ്. കോർക്കുള്ളതാണ്, അകത്ത് കോർക്കുള്ളതാണ്. നമ്മൾ കാണുന്നത്
വെയിറ്റ് ഇല്ലാത്ത ക്രിക്കറ്റ് ബോളാണ്, ഇച്ചിരി വെയിറ്റ് ഉള്ള ക്രിക്കറ്റ് ബോളാണ് എന്നാണ്. അപ്പോഴത്തേനും ഈ ഒരു ക്രിക്കറ്റ് ബോളാണ് ഞാൻ കളിക്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ CCA ഞാൻ പറഞ്ഞില്ല CCA അത് ഞാനിത് സ്കൂളിൽ കൊണ്ടുവന്നില്ല. കാരണം അവിടെ ഉള്ള പിള്ളേർമാരെ അടിച്ച കൊള്ളാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോയി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് സ്കൂളിൽ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാനിത് വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെ ക്രിക്കറ്റ് ബോൾ എന്നാണ് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കളിക്കാൻ ക്രിക്കറ്റ് ബോളാണ് ടെന്നീസ് ബോൾ. ഓക്കെ, അപ്പോൾ എന്നാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ശരിയാണ് ഇപ്പോൾ വീഡിയോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും എന്നാ നല്ല ആശംസിക്കട്ടെ. പിന്നെ ഹാപ്പി ഓണം എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഗൈസ് നല്ല ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മുടെ വീഡിയോയ്ക്കകത്ത് 200 ലൈക്സ് കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കുറവാണ് ഗൈസ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. കാരണം 25 സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് കുറച്ചുകൂടെ കയറ്റി വരും. മാക്സിമം 1K ഈ ഒരു വീഡിയോക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് 1Kയിലേക്കും ഒരു 1000 സബ്സ്ക്രൈബേഴ്സുമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ